സാർ നമ്മൾ വാസൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ഹോം പേജ് വരുന്നുണ്ടാവും. അതായത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് വരുന്നൊരു പേജ് എന്ന് പറയുന്നത് ഈ ഒരു ഹോം പേജ് ആയിരിക്കും. നമുക്കിതിലൊരു 3 സെക്ഷൻ അവൈലബിൾ ആണ്. അതായത് ഒരു അപ്ലോഡ് എക്സൽ എന്നൊരു ബോക്സും അതേപോലെ മെസ്സേജ് എന്നൊരു ഓപ്ഷനും പിന്നെ അറ്റാച്ച്മെൻറ്റ്സും. ഈ ഒരു 3 ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് അപ്ലോഡ് എക്സലാണ്. ഈ അപ്ലോഡ് എക്സലിൽ ഇപ്പോൾ കറൻ്റ് നമ്മുടെ കയ്യിലുള്ള ലീഡ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗ്രാബ് ചെയ്തെടുക്കുന്ന ലീഡ്സ് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് അപ്ലോഡ് എക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്പേഴ്സ് മൊത്തം നമുക്ക് ഇവിടെ അപ്ലോഡ് ആയിട്ട് വരും. സാറിന് ഇപ്പോൾ എക്സിറ്റിംഗ് ആയിട്ട് കിടക്കുന്നപ്പോൾ മുന്നേ വന്ന് കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഓൾറെഡി നമ്പേഴ്സ് കോൺടാക്ട് ഡീറ്റെയിൽസ് സാർ ഓൾറെഡി എക്സലിലാക്കിയിട്ട് ഇതേപോലെ സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇതിൽ ജസ്റ്റ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ സാർ, ഈ ഒരു നെയിംസ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഒരു ഓൾറെഡി സാറിൻ്റെ ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സിൻ്റെ നെയിമും കൂടി സാറിന് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇതിൽ ആഡ് ഓൺ ചെയ്യാം. നെയിം എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ്, നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് മാൻഡറ്ററി ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് നമുക്ക് പിന്നെ ടെക്സ്റ്റിൻ്റെ അവിടെ ഇതാണ് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ. ഈ ടെക്സ്റ്റിൻ്റെ അവിടെ നമ്മൾ നെയിം കൊടുത്തു. ഓക്കെ, ഈ നെയിമിൽ നമ്മൾ ജസ്റ്റ് N ക്യാപിറ്റൽ ബാക്കി AME സ്മോൾ ലെറ്റർ ആയിട്ട് ഈ ഒരു ഡബിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ജസ്റ്റ് അജ്മൽ എന്ന ഈ ഒരു നമ്പറിലേക്കാണ് മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഹലോ അജ്മൽ എന്ന നെയിം ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് നമ്മൾ പേഴ്സണലി മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ നെയിം കൊടുക്കാൻ പറ്റും. സെക്കൻഡ് നമ്പേഴ്സിലേക്ക് പോകുമ്പോൾ ഹലോ അജീബ് എന്നുകൊണ്ട് വരും. തേർഡ് നമ്പർക്ക് മെസ്സേജ് പോകുമ്പോൾ ഹലോ അസത്ത് പറഞ്ഞിട്ടായിരിക്കും പേര് പോകുന്നുണ്ടാവുക. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ജസ്റ്റ് സാർ എൻ്റർ അടിച്ചിട്ട് ബാക്കി എന്ത് മെസ്സേജ് ആണെങ്കിലും അതിൽ സാറിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആഡ് ഫയൽ പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ ആഡ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ്, PDF ഫയൽസ്, വീഡിയോ, പിക്ചേഴ്സ്, വോയിസ്, നമുക്ക് നോർമലി വാട്സപ്പിൽ അയക്കാൻ പറ്റുന്ന എല്ലാ ഫയൽസും നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഏത് ഫയലോ ആയിക്കോട്ടെ, സാറിന് ജസ്റ്റ് ഇമേജോ വീഡിയോസോ ഏത് ഫയൽ വേണമെന്നുണ്ടെങ്കിലും സാർ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഇമേജ് എടുക്കുന്നുണ്ട് തൽക്കാലത്തേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ അപ്പുറത്ത് ഞാൻ ജസ്റ്റ് ഒരു ക്യാപ്ഷനും കൂടി നമ്മൾ നോർമൽ കാണാറില്ല സാർ, നമ്മളൊക്കെ കാണാറില്ല ഒരു ക്യാപ്ഷൻ കാര്യങ്ങൾ. ആ ഒരു ക്യാപ്ഷൻ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഈ തൽക്കാലത്ത് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാപ്ഷൻ നമുക്ക് അടുത്ത ജസ്റ്റ് ഇമേജിൻ്റെ അടിയിൽ വരുന്ന ക്യാപ്ഷൻ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ക്യാമ്പയിൻ പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ ഒരു സ്റ്റാർട്ട് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാമ്പയിൻ്റെ നെയിമാണ് അവിടെ കൊടുക്കാൻ പറയുന്നത്. ജസ്റ്റ് ആ ക്യാമ്പയിൻ നെയിം നമ്മൾ ഏതെങ്കിലും ഒരു നെയിം അവിടെ ജസ്റ്റ് കോമൺ ആയിട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ട് നോ ക്ലിക്ക് ചെയ്യാം. ഈ സ്റ്റാർട്ട് നോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നുണ്ടാവുക. അതിൽ ഈ ക്ലിക്ക് ടു ഇനിഷ്യേറ്റീവ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ വാട്സപ്പ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, വാട്സപ്പ് നമ്മൾ എന്താ പറയുക ലിങ്ക് ഡിവൈസ് കൊടുത്തിട്ട് കണക്ട് ചെയ്യുക. ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇനിഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിൽ കാണിക്കും. ഓക്കെ, അഥവാ ഗ്രീൻ കളറിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എറർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇങ്ങനെ എറർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ വാട്സപ്പ് കണക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ക്രോം അപ്ഡേറ്റ് ആവാത്തതിൻ്റെ ഇഷ്യൂയാണ് വരുന്നത്. അഥവാ ക്രോം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്തെങ്കിലും ഇഷ്യൂസ് സാറിന് വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് റിസോൾവ് ചെയ്ത് തരും. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ വാട്സപ്പ് കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കായി ഇനിഷ്യലൈസ്ഡ് പറഞ്ഞത് കാണിക്കും. എന്നിട്ട് ഈ ഒരു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജ് ഇങ്ങനെ പോകുന്നത് സാറിന് ഇവിടെ ഈ ഒരു ഭാഗത്ത് ചാറ്റിൻ്റെ അവിടെ ആ നമ്പേഴ്സും സ്റ്റാറ്റസിൻ്റെ അവിടെ കംപ്ലീറ്റഡ് ആണോ ഫെയിൽഡ് ആണോ വേണ്ട ഇവിടുന്ന് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യാനുള്ളൊരു വേ എന്ന് പറയുന്നത്. സാർ നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമുക്ക് ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളാണ്. ഈ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഒരു തേർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ സാറിന് മെയിൻലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാബ് വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക്സ് ആണ്. ഓക്കെ, ഇതധികം നമുക്ക് ഗൂഗിളിൽ കറൻറ്റ്ലി അവൈലബിൾ ആയിട്ട് കുറേ ലിങ്ക്സ്, അതായത് കുറേ ഗ്രൂപ്പിൻ്റെ ലിങ്ക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ സാറിന് അതിൽ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സാറിന് ആവശ്യമുള്ള ഗ്രൂപ്പുകളിലെ ലിങ്ക് ജസ്റ്റ് ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്ക്സ് സാറിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതേ ആ ലിങ്ക്, അതായത് ഈ ഓട്ടോ ജോയിനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് നെക്സ്റ്റ് ഓപ്ഷനാണ് വരുന്നത്. ഈ ഒരു ഓട്ടോ ജോയിനറിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക്സിലുള്ള എക്സലിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് വാട്സപ്പ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ജസ്റ്റ് അപ്ലോഡ് എക്സലിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും ഈ ഓട്ടോമാറ്റിക്കായിട്ട് സാറിൻ്റെ നമ്പർ ഈ ജോയിൻ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോൺടാക്ട് ലിസ്റ്റ് ഗ്രാബറാണ്. ഈ ഒരു കോൺടാക്ട് ലിസ്റ്റ് ഗ്രാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഓൾറെഡി വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിലുള്ള സാർ സേവ് ചെയ്തിട്ടുള്ള എല്ലാ കോൺടാക്ട് നമ്പേഴ്സും പേരടക്കം സാർ എന്ത് നെയിം വെച്ചിട്ടാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ പേരടക്കം സാറിന് എക്സലായിട്ട് സേവ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഡാറ്റ എക്സ്ട്രാക്ടർ ആണ്. ഓക്കെ, ഈ ഒരു ഗൂഗിൾ മാപ്പ് ഡാറ്റ എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഇപ്പോൾ സറൗണ്ടിങ്സിലുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് ബിസിനസ് ആയിക്കോട്ടെ, B2B ആണ് ഇത് മെയിൻലി വരുന്നത്. അതായത് ഏതെങ്കിലും കാറ്റഗറീസ് ഇപ്പോൾ ലൈക്ക് റെസ്റ്റോറൻറ്റ്, ഹോസ്പിറ്റൽസ്,
അപ്പോൾ അതേപോലത്തെ ഏതെങ്കിലും കാറ്റഗറീസിൻ്റെ കീവേഡ് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ കീവേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടിയിൽ ഒരു സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നേരെ ഗൂഗിളിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് കാണിക്കും. എന്നിട്ട് ഇതിൽ സ്റ്റാർട്ട് ഗ്രാബിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ബോക്സിൽ വരുന്ന ഓരോ ലിസ്റ്റ് നമുക്ക് ഗ്രാബ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് സാറിന് നമ്പേഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് നമ്പർ ഓൺലി, അതല്ല ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സലിൽ മൊത്തം ലീഡ്സ് എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് വരെ ഉണ്ടാവും, എത്ര റേറ്റിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വെബ്സൈറ്റ്, അഡ്രസ്സ്, കാറ്റഗറി, ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് സാറിന് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇതേപോലെ വാട്സപ്പ് ഓട്ടോ റെസ്പോണ്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 3rd ഓപ്ഷനാണ് വരുന്നത്. ഒരു വാട്സപ്പ് ഓട്ടോ റെസ്പോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാർ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. സാറിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഒരു ഹലോ എന്ന് ജസ്റ്റ് ഒരു ബിസിനസ് നമ്പർക്ക് ഒരു ഹലോ എന്ന് ഒരു മെസ്സേജ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കമ്പനി ഡീറ്റെയിൽസും സർവീസ് ഡീറ്റെയിൽസും വരുന്നൊരു ഓപ്ഷൻ. അത് അപ്പം തന്നെ നമുക്ക് ഒരു മെസ്സേജ് ചെയ്താൽ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ വരും. അത് ആരും മെയിനായിട്ട് അയക്കുന്നല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഓട്ടോബോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അയക്കുന്ന മെസ്സേജാണ്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ ഒരു വാട്സപ്പ് നമ്പർ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഓൾറെഡി നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഗ്രാബ് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ മാപ്പിൽ നിന്നൊക്കെ നമ്പേഴ്സ് ഗ്രാബ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വാട്സപ്പുള്ള നമ്പേഴ്സ് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ നമുക്കിപ്പോൾ ഈ ഒരു എക്സൽ, അതായത് ആ നമ്പറുള്ള എക്സൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പുള്ള നമ്പേഴ്സ് മാത്രം നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് എക്സലായിട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എന്നിട്ട് ആ നമ്പറിൽ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് വാട്സപ്പ് ഗ്രാബ് ആക്റ്റീവ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ്. ഇതിൻ്റെ ഒരു ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഒരു ഗ്രൂപ്പ്സിൽ തന്നെ ഇഷ്ടംപോലെ നമ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, ആ നമ്പേഴ്സൊക്കെ നമുക്ക്, അതായത് ആ നമ്പേഴ്സൊക്കെ ഓരോ ഗ്രൂപ്പിലുള്ള നമ്പേഴ്സ് നമുക്ക് എക്സലായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്പർ നമുക്ക് ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും ഓരോ ഗ്രൂപ്പിൽ നിന്നും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ചാറ്റ് ലിസ്റ്റാണ്. ഇപ്പോൾ നേരത്തെ ഗ്രൂപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞ നമ്പേഴ്സ് ഗ്രാബ് ചെയ്ത് എക്സൽ ആവുന്ന കാര്യം. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ചാറ്റ് ലിസ്റ്റാണ്. സാർ ഇപ്പോൾ കറൻ്റ് പേഴ്സണോട് ചാറ്റ് ചെയ്ത കാര്യങ്ങൾ, ആ ഒരു ചാറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ചാറ്റ് ചെയ്ത ആൾക്കാരുടെ നമ്പേഴ്സ് നമുക്ക് എക്സലായിട്ട് ഗ്രാബ് ചെയ്തിട്ട് എക്സലാക്കിയിട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് ആഡ് ഗ്രൂപ്പ് മെമ്പേഴ്സാണ്. ഓക്കെ, ഈ ഒരു ബൾക്ക് ആഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സാറിന് എന്ത് പ്രൊഡക്റ്റോ ഒരു ബിസിനസ് ആയിക്കോട്ടെ, സാറിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഒരു സാറിൻ്റെ ബ്രാൻഡ് നെയിമിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നോർമലി നമ്മൾ മെയിൻലി കൂടുതലും യൂസ് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് ഏരിയ, അങ്ങനത്തെ ഏരിയാസ്, അവർ ആ ഒരു കാറ്റഗറീസാണ് കൂടുതലും ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ ഈ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അങ്ങനത്തെ ആ ഒരു കാറ്റഗറീസിലുള്ളവർക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. കാരണം പേഴ്സണലി ഗ്രൂപ്പിലായിട്ട് അയക്കുന്നതിന് പേഴ്സണലി നമുക്ക് ഈ ഒരു ഓഫേഴ്സ് കാര്യങ്ങൾ, ഇപ്പോൾ സാറിൻ്റെ തന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റ് സർവീസിൽ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ പേഴ്സണലി, അത് എന്താ പറയുക, നമ്മൾ പേഴ്സണലി അയക്കുന്ന പോലെ ഒരാളിപ്പോൾ സാറ് പേഴ്സണലി വേറെ നമ്പർക്ക് അയക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ പോകുന്നുണ്ടാവുക. ഒരിക്കലും ഫോർവേഡ് മെസ്സേജ് ആയിരിക്കില്ല. ഓക്കെ, ഈ ഒരു ബൾക്ക് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സൽ, ഇപ്പോൾ സാർ ഇപ്പോൾ ഗ്രാബ് ചെയ്ത് എക്സലിൻ്റെ ചാറ്റ് ലിസ്റ്റൊക്കെ ഗ്രാബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എക്സലിൽ ഈ ഒരു ബൾക്ക് ആഡ് ഗ്രൂപ്പ് മെമ്പേഴ്സിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ നമ്പേഴ്സും ജോയിൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ പിന്നെ സാറിന് യൂസ്ഫുൾ ആയിട്ട് ലാസ്റ്റ് ആണെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഡാറ്റ എക്സ്ട്രാക്ടർ ആണ്. ഓക്കെ, ഈ ഒരു സോഷ്യൽ മീഡിയ ഡാറ്റ എക്സ്ട്രാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ 4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കറന്റ് അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ടെലഗ്രാം. ഈ ഒരു 4 ഓപ്ഷനിൽ നിന്നും സാറിന് ഏതെങ്കിലും കീവേഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ജസ്റ്റ് മൊബൈൽ നമ്പറിൻ്റെ അവിടെ നമ്മുടെ കൺട്രി കോഡ് 9 കൊടുക്കുക. ലൊക്കേഷൻ ഏതാണോ, കേരളയാണോ, ഇന്ത്യയാണോ, അതിലേതെങ്കിലും സ്പേസ് ചെയ്തിട്ടുള്ള തൃശ്ശൂർ, എറണാകുളം, അതേപോലത്തെ ഏതെങ്കിലും സ്പേസ് ചെയ്തിട്ടുള്ള പ്ലേസസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് ഇമെയിൽ ഐ ഡി ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ബിസിനസ് അക്കൗണ്ട്സിന് അവരെ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് സാറിന് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ സാർ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി, എന്തെങ്കിലും ഡൗട്ടോ കാര്യമെങ്കിൽ സാർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടുന്ന് റിസോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ.